സോ നമ്മളിപ്പം ഇറ്റലിയിലാണുള്ളത് കേട്ടോ. അപ്പം ഇറ്റലിയിലെ പല പല വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഇറ്റലിയിലെ ഫുഡ് ടൂറാണ് കേട്ടോ. ഞങ്ങൾ പല പല ദിവസങ്ങൾ ഞങ്ങളൊരു 3-4 ദിവസം ഉണ്ടായിരുന്നു ഇറ്റലിയിൽ, റോമിൽ, പിസയിലും നേപ്പിൾസിലും ഒക്കെ ആയിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ പല പല ദിവസങ്ങളിൽ നമ്മൾ പല പല ഇറ്റാലിയൻ ഫുഡ് നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മെയിൻലി നമ്മൾ ഡെസേർട്ട്സ് ആണ് ട്രൈ ചെയ്തത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഉള്ളൊരു ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വ്ളോഗായിരിക്കും ഇന്നത്തേത്. സോ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു ഫുഡ് സ്പെഷ്യൽ വ്ളോഗിലേക്ക് വെൽക്കം. ഒരു ഡിസ്ക്ലെയിമർ എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾ വീഗൻസ് ആണ്, വെജിറ്റേറിയൻസ് ആണ്. സോ വെജിറ്റേറിയൻ ഫുഡുകളാണ് ഞങ്ങൾ ട്രൈ ചെയ്തത് കേട്ടോ. ഇവിടെ ഒരുപാട് നോൺ വെജ് ഓപ്ഷൻസ് ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. ബട്ട് ഞങ്ങൾ വെജിറ്റേറിയൻസ് ആയതുകൊണ്ട് വെജിറ്റേറിയൻ ഫുഡാണ് കൂടുതൽ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ഈ വീഡിയോയുടെ എൻഡിൽ ഇവിടുത്തെ റെസ്റ്റോറൻറ്റുകളുടെ ഒക്കെ അതായത് എത്ര റെസ്റ്റോറൻറ്റാണ് ഇവിടെ ഉള്ളതെന്നുള്ളതിൻ്റെ ഒരു കുറച്ച് ഷോർട്സും കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ലെറ്റ്സ് ട്രൈ അവർ ഫസ്റ്റ് ഫുഡ് ഫ്രം ഇറ്റലി. പിസയിലേക്ക് നേരെ ലാൻഡ് ചെയ്തത് ബ്രേക്ക്ഫാസ്റ്റ് ടൈമിലായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഞങ്ങളൊരു സ്റ്റാർട്ടർ ഓർഡർ ചെയ്തായിരുന്നു. എന്താണെന്ന് കണ്ടാലോ. Having our first breakfast or first food from Italy with a view of Leaning Tower of Italy. ആദ്യം നമ്മൾ ട്രൈ ചെയ്തത് ബ്രൂഷെട്ട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇറ്റാലിയൻ ആപ്പിറ്റൈസർ അല്ലെങ്കിൽ സ്റ്റാർട്ടർ ആണ് കേട്ടോ. ടോസ്റ്റഡ് അല്ലെങ്കിൽ ഗ്രിൽഡ് ബ്രെഡിൻ്റെ മുകളിൽ ടൊമാറ്റോസും ഒലിവ് ഓയിലും പിന്നെ അതുപോലെ ബേസിൽസും ഒണിയനും ഒക്കെ കൂടി ഇട്ടിട്ട് തരുന്ന ഒരു ക്രഞ്ചി എഫക്റ്റ് തരുന്ന ഒരു സ്റ്റാർട്ടറാണ് കേട്ടോ ഇത്. ഞാൻ വീഗനുമാണ്. എനിക്ക് എന്തെങ്കിലും പെട്ടെന്ന് കഴിച്ച് കഴിഞ്ഞാൽ വയറ് നിറയും കേട്ടോ. അതുകൊണ്ട് ഈ സ്റ്റാർട്ടർ കൊണ്ടിട്ട് തന്നെ എനിക്ക് ഓക്കെ ആയിരുന്നു. വിശാഖും സെയിം സാധനം തന്നെ ഓർഡർ ചെയ്തത് കേട്ടോ. പിന്നെ എവിടെ പോയിരുന്നാലും ഏതൊരു റെസ്റ്റോറൻറ്റിൽ പോയാലും ഇറ്റലിയിൽ നിങ്ങൾക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് കുറേ ബ്രെഡ് കിട്ടും കേട്ടോ. അതുകൊണ്ട് അതും കൂടെ കഴിച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തായിരുന്നു കേട്ടോ. ഇറ്റലിയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള അടുത്ത ഫുഡാണ് പിസ്സ. അതാണ് നമ്മൾ അടുത്തായിട്ട് ട്രൈ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇറ്റലിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു സാധനമാണ്, എല്ലാവർക്കും അറിയാമായിരിക്കും, പിസ്സ. അപ്പോൾ നമ്മളിന്ന് പിസ്സ ട്രൈ ചെയ്യാനായിട്ട് പോകാണ് കേട്ടോ. നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ വന്നിട്ട് പിസ്സ കഴിക്കാൻ പോകുന്നത്. സോ ഞങ്ങൾ ഓർഡർ ചെയ്തത് മഷ്റൂം ചീസ് പിസ്സയാണ് കേട്ടോ. ഞങ്ങൾ വെജിറ്റേറിയൻസ് ആയതുകൊണ്ടാണ് മഷ്റൂം ചീസ് ഓർഡർ ചെയ്തത്. വേറെ ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. നോൺ വെജിറ്റേറിയൻസിലും ഉണ്ട് ടൊമാറ്റോ ഇട്ടിട്ടൊക്കെ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ മഷ്റൂമാണ് ഓർഡർ ചെയ്തത്. 2 വലിയ പീസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ പീസിലും കിട്ടും, വലിയ പീസായിട്ടും ഒക്കെ കിട്ടും, പല ടൈപ്പിൽ കിട്ടും. നമുക്ക് കുറച്ച് മതി, ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. സോ ലെറ്റ്സ് ട്രൈ ദിസ്. ഇറ്റാലിയൻ ഫുഡിൻ്റെ ഒരു സിമ്പിൾ തന്നെയാണ് കേട്ടോ ഇവരുടെ ഈ പിസ്സ. സ്ട്രീറ്റ്സിലും റെസ്റ്റോറൻറ്റ്സിലും എവിടെ പോയാലും മെനുവിൽ എന്തായാലും പിസ്സ കാണാതിരിക്കില്ല. 18-19 സെഞ്ച്വറിയിൽ നേപ്പിൾസിലാണ് ഇത് ഒറിജിൻ ചെയ്യുന്നത് കേട്ടോ. ക്യൂൻ മാർഗരിറ്റയ്ക്ക് ഒരു ഓണർ പോലെയാണ് മാർഗരിറ്റ പിസ്സ ഉണ്ടാക്കിയത്. ഇറ്റലിയിലെ ഡിഫറെൻറ്റ് സിറ്റീസിലും പിസ്സ പല രീതിയിലാണ് കിട്ടുന്നത് കേട്ടോ. റോമനിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്ന പിസ്സ ആയിരിക്കില്ല നേപ്പിൾസിൽ ചെന്നാൽ കാണുന്നത്. അങ്ങനെ വൈഡ് വെറൈറ്റീസ് ഓഫ് പിസ്സ നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഞങ്ങൾക്ക് അൺഫോർച്ചുനേറ്റ്ലി ഭയങ്കര ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ നിന്നും കഴിക്കാൻ പറ്റിയില്ല. ഒരു സാധാരണ റെസ്റ്റോറൻറ്റിൽ നിന്ന് മഷ്റൂം ചീസ് പിസ്സയാണ് ഞങ്ങൾ കഴിച്ചത് കേട്ടോ. ആരെങ്കിലും ഇറ്റലി പോകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നല്ല റെസ്റ്റോറൻറ്റിൽ നിന്ന് പിസ്സ കഴിക്കാൻ ശ്രമിക്കണേ. ഇത് ഓക്കെ പിസ്സയായിരുന്നു. വിശാഖിന് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല, പക്ഷെ എന്നാലും വിശാഖ് ഓക്കെ പറഞ്ഞു കേട്ടോ. വിശാഖിന് പിസ്സ വലിയ ഇഷ്ടമുള്ള ഒരാളല്ല, എനിക്കും വലിയ ഇഷ്ടമുള്ള ഒരാളൊന്നും അല്ല. ബട്ട് ഇറ്റലിയിൽ വരുമ്പോൾ നമ്മൾ ട്രൈ ചെയ്യണ്ടേ അല്ലേ? അടുത്ത് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ഒരു ഡെസേർട്ടാണ് കേട്ടോ, ജെലാറ്റോ ഞാൻ ഓൾറെഡി UK നിന്ന് ട്രൈ ചെയ്തതാണ്. അതുകൊണ്ട് അതിൻ്റെ ടേസ്റ്റൊക്കെ എന്താണെന്നും ടെക്സ്ചർ എന്താണെന്നും എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു. ഇറ്റലിയിൽ വന്ന് ട്രൈ ചെയ്തപ്പം വളരെയധികം സോഫ്റ്റ് ആൻഡ് ക്രീമി ആയിട്ടുള്ള ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ടുള്ള ജെലാറ്റോ ആയിരുന്നു കേട്ടോ. ഒരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ്. സോ നമ്മൾ ഇറ്റലിയിൽ നിന്ന് വന്നിട്ട് നമ്മൾ ജെലാറ്റോ ട്രൈ ചെയ്യാനായിട്ട് പോകണം കേട്ടോ. ഇതാണ് ഞാൻ വാങ്ങിച്ചത്. മിക്സ്ഡ് ബെറീസ്, പിന്നെ പിസ്താഷ്യോ ആൻഡ് മാംഗോ ആണ്. അവിടുത്തെ കടക്കാരനാണ് പറഞ്ഞത് പിസ്താഷ്യോ നല്ലതാണെന്ന്. മാംഗോ എൻ്റെ ഫേവറേറ്റ് ആണ്. പിന്നെ ഇത് കുറച്ച് കളർഫുൾ ആയതുകൊണ്ട് ബെറിയും കൂടെ, മിക്സഡ് ബെറീസിൻ്റെയും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിത് കഴിച്ച് നോക്കാം.
അടിപൊളിയാണ് കേട്ടോ. മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഡെസേർട്ടാണ് നമ്മൾ ഇറ്റലിയിൽ നിന്ന്. വിശാഖ് ട്രൈ ചെയ്തില്ല. വിശാഖ് ഡെസേർട്ട്സുകളുടെയും മധുരങ്ങളുടെ ഒരു ഹേറ്റർ തന്നെയാണ് കേട്ടോ. പുള്ളിക്കാരന് പുളി ഒട്ടും പറ്റത്തില്ല. അപ്പോൾ ഈ ബെറീസിൻ്റെയും മാംഗോയുടെയൊക്കെ പുളി തലയ്ക്കോട്ടങ്ങ് പിടിച്ചെന്ന് തോന്നുന്നു കേട്ടോ. പക്ഷേ ട്രൈ ചെയ്ത് കേട്ടോ, ഈ ചൂടത്തൊരു നല്ല റിഫ്രഷിംഗ് ആയിട്ട് തോന്നിയായിരുന്നു. ട്രൈ ചെയ്തിട്ട് മാംഗോ ട്രൈ ചെയ്തിട്ട് ബെറി ട്രൈ ചെയ്തു. ചിലപ്പോൾ നമ്മളൊരു ഫുഡിൻ്റെ വീഡിയോ എടുത്തിട്ട് പിന്നീട് അത് കാണുമ്പോൾ അല്ലെ എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്കത് കഴിക്കണം തോന്നത്തില്ലേ? ആ ഒരു ഫീലായിരുന്നു കേട്ടോ എനിക്കിത് എഡിറ്റ് ചെയ്യുമ്പോൾ തോന്നിയത്. ഇത് അന്ന് ഞാൻ പക്ഷേ ഫുള്ളും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ കുറേ കറക്കങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഒരു റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് നമ്മുടെ ഫുഡ് കഴിക്കാമെന്ന് കേട്ടോ. ഇറ്റലിയിൽ വൈഡ് വെറൈറ്റീസ് ഓഫ് സാലഡ്സ് അവൈലബിൾ ആണ് കേട്ടോ. ഇതൊരു വാൾനട്ട് സാലഡാണ്. പക്ഷേ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഭയങ്കരമായിട്ട് അങ്ങ് ഒലിവ് ഓയിൽ കോരി ഒഴിക്കും. കുറച്ചൊക്കെ ആണെങ്കിൽ ഓക്കെ, നമ്മൾ സാധാരണ സാലഡ് ഡ്രസ്സിങ്ങിൽ ഒലിവ് ഓയിൽ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. പക്ഷേ എന്നാലും ഇതിനകത്തിൽ അവരിങ്ങനെ അങ്ങ് കോരി അങ്ങ് ഒഴിക്കും. അത് അവരുടെ ഒരു കൾച്ചറിൻ്റെ അല്ലെ അവരുടെ ഒരു കുക്കിംഗ് മെത്തേഡാണ്. പക്ഷേ നമുക്കത് അത്ര ഇഷ്ടപ്പെടത്തില്ല കേട്ടോ. എൻ്റെ മുഖം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടൊന്നുമില്ല. പിന്നെ വാങ്ങിച്ചു പോയില്ലെന്ന് വിചാരിച്ചിട്ട് കഴിക്കുകയാണ് കേട്ടോ. പക്ഷേ ഒരുപാട് വെറൈറ്റീസ് ഓഫ് നോൺ വെജ് ആൻഡ് വെജ് സാലഡ്സ് അവൈലബിൾ ആണ് കേട്ടോ. ഇനി നമ്മൾ കുറേ ക്യൂ ഒക്കെ നിന്നിട്ട് നമ്മൾ കഴിക്കാൻ പോകുന്നത് തിരമിസു ആണ് കേട്ടോ. ഇറ്റലിയിലെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഡെസേർട്ടാണിത്. ഇത് നമ്മൾ 2 സൈസസ് എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഒരു കഫേയിൽ നിന്നാണ് നമ്മൾ കഴിക്കുന്നത്. ഇവിടെ ലോകത്തിൽ തന്നെ ഏറ്റവും ചെറിയ തിരമിസു കിട്ടും കേട്ടോ. അതാണ് ദാ ഇത്. നമ്മൾ ഇത്രയും നേരം ക്യൂ നിന്നിട്ട് കഴിക്കാൻ പോവാണ്. ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇറ്റലിയിൽ വന്നിട്ട് തന്നെയാണ് നമ്മളിത് ഫേമസ് ആയിട്ടുള്ള ഇറ്റലിയിൽ നിന്ന് തന്നെയാണ് നമ്മളിത് കഴിക്കാനായിട്ട് പോകുന്നത്. ഇത്രയും ചെറിയൊരു കുഞ്ഞി കപ്പാണ് കേട്ടോ. 3 യൂറോസേ ഉള്ളൂ. പല ഫ്ലേവേഴ്സ് ഉണ്ട്. ഞാൻ വാങ്ങിച്ചിരിക്കുന്ന പിസ്റ്റാഷ്യോ ആണ് കേട്ടോ. പല ഫ്ലേവേഴ്സ് ഉണ്ട്, പല സൈസിൽ അവൈലബിൾ ആണ്. അപ്പം ഇത് നമുക്ക് ട്രൈ ചെയ്യാം. ഇത് കിടിലനായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് തിരമിസു കഴിക്കുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ആണോ എന്നറിയത്തില്ല. ഭയങ്കര ക്രീമി ആൻഡ് ചോക്ലേറ്റി ഫ്ലേവർ, ഐ മീൻ ചോക്ലേറ്റ്, കോഫി ഇതെല്ലാം കൂടെ മിക്സഡ് ആയിട്ടുള്ളൊരു ഫ്ലേവർ ആയിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. പല പല ഫ്ലേവേഴ്സ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. പക്ഷേ ഇത് ഞാനൊരു ബേസിക് ആയിട്ടുള്ള പിസ്താഷ്യോൻ്റെ ആ ഒരു ഫ്ലേവറാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഒരുപാട് ചെടിക്കത്തൊന്നുമില്ല കേട്ടോ, കാരണം ചെറിയൊരു സൈസല്ലേ. അപ്പം നമുക്ക് ഒരുപാട് ഓവറായിട്ട് മധുരം ചെടിച്ച് വല്ലാണ്ടൊന്നും ആകത്തില്ല. ഞാൻ ഈ ഒരു പാത്രം നന്നായിട്ട് വടിച്ചെടുത്തിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നെക്സ്റ്റ് നമ്മുടെ ഇറ്റാലിയൻ ഫുഡ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് പാസ്തയാണ് കേട്ടോ. ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് പാസ്ത എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. പല കളറിലും പല ഷേപ്പിലും പല പേരിലും ഒക്കെ നമുക്ക് പാസ്താസ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയാൽ തന്നെ ഇവർക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇതിനു വേണ്ടി ഒരു സെക്ഷൻ തന്നെ ഉണ്ട് കേട്ടോ. ഞാൻ വളരെ ബേസിക് ആയിട്ടുള്ള ടൊമാറ്റോ ചീസ് ബേസിൽ സ്പഗേറ്റി ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വിശാഖ് ഒരു സാലഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഇവിടുത്തെ സാലഡ്സ് ഒക്കെ വളരെയധികം വെറൈറ്റിയാണ്. ഇതിനകത്ത് ഇതാ ബ്രെഡ് ക്രംസ് ഒക്കെ ഇട്ടിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. സോ ഫൈനലി നമ്മൾ ഇറ്റലിയിൽ നിന്ന് നമ്മൾ സ്പഗേറ്റി ട്രൈ ചെയ്യാനായിട്ട് പോകാണ് കേട്ടോ. ഇവിടെ വൈഡ് വെറൈറ്റി ഓഫ് പാസ്ത അവൈലബിൾ ആണ്. നമ്മളിന്ന് സ്പഗേറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഞങ്ങൾ വീഗൻസ് ആയതുകൊണ്ട് തന്നെ ടൊമാറ്റോ ബേസിൽ ആയിട്ടുള്ള ആ ഒരു ടൊമാറ്റോ ആൻഡ് ബേസിൽ പിന്നെ കുറച്ച് ചീസും കൂടെ ഉള്ളൊരു സ്പഗേറ്റിയാണ് നമ്മൾ കഴിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ലെറ്റ്സ് ട്രൈ ദിസ്. അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള അടുത്ത ഡെസേർട്ട് ട്രൈ ചെയ്യാനായിട്ട് പോകണം കേട്ടോ. നമ്മൾ ഈ ഡെസേർട്ടൊക്കെ ട്രൈ ചെയ്ത് അവസാനം ഷുഗർ വന്ന് ചാവുമെന്നാണ് തോന്നുന്നത്. കാരണം നമ്മളിപ്പോൾ 3ാമത്തെ ഡെസേർട്ടാണ് ഇറ്റലിയിൽ വന്ന് ട്രൈ ചെയ്യുന്നത്. ഇവിടെ വെറൈറ്റി ഓഫ് ഡെസേർട്ട്സ് അവൈലബിൾ ആണ്. നമുക്കൊന്നും ട്രൈ ചെയ്തിട്ട് പോവാതിരിക്കാനും പറ്റത്തില്ല. ഇത് ഒരു ഐറ്റമാണ്. ഇത് അടുത്ത ഡെസേർട്ടാണ്, കണ്ടില്ലേ. ഇതിൻ്റെ പേര് മാരിറ്റോസോ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇത് നമുക്ക് കഴിച്ചു നോക്കാം. ഇതെങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഒരു ഫോർക്കൊക്കെ തന്നിട്ടുണ്ട്. ബട്ട് ഇതൊരു ബണ്ണാണ് ബേസിക്കലി. ബണ്ണിനകത്തിൽ ക്രീം നിറച്ചിട്ട് ചോക്ലേറ്റൊക്കെ ജസ്റ്റ് ഒരു ഡെക്കോർ ചെയ്തിട്ട് തന്നിരിക്കുന്ന ഒരു സാധനമാണ്. ഭയങ്കര ഷുഗറിയാണ്. അതുപോലെ തന്നെ ഡെസേർട്ട്സൊക്കെ ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര മധുരപ്രിയർ അല്ലാത്തത് കൊണ്ടിട്ട്
ജസ്റ്റ് മെയിൻ ഡെസേർട്ട്സ് മാത്രമേ നമ്മൾ ട്രൈ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ആൻഡ് വിശാഖ് ഒട്ടും അങ്ങോട്ട് എന്താ പറയുക സഹകരിക്കുന്നില്ല. വിശാഖിന് ഒട്ടും മധുരം കഴിക്കാൻ പറ്റത്തില്ല, എൻ്റെ അത്രയും പോലും. അപ്പം എന്തായാലും വിശാഖ് ഒരു ലാറ്റയാണ് ട്രൈ ചെയ്യുന്നത്. പക്ഷേ ഇത് കണ്ടിട്ട് പാലും വെള്ളം പോലെ ഉണ്ട്. അപ്പം നമുക്കിത് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ട്. മൂക്കുമുട്ട കഴിക്കാൻ പറ്റത്തില്ല, അതുപോലെ ഉണ്ടെന്ന് തോന്നുന്നു. മൂക്കൊക്കെ മുട്ടും തോന്നുന്നു. ഇതെങ്ങനെ കഴിക്കുക? കഴിച്ചു നോക്കാം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ക്രീം ബണ്ണില്ലേ, അതിൽ കുറച്ച് എക്സ്ട്രാ കൂടുതൽ ക്രീം ഇട്ടിട്ട് എങ്ങനെ ഉണ്ടായിരിക്കും ആ ടേസ്റ്റാണ് കേട്ടോ. ഓവർ മധുരം ഇല്ല, വേണോ ട്രൈ ചെയ്യണോ? ഈ സംഭവം ഉണ്ടല്ലോ, ഇത് റോമൻ പേസ്ട്രിയാണ് കേട്ടോ. ട്രഡീഷണൽ റോമൻ പേസ്ട്രിയാണ്. മാരിറ്റോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹസ്ബൻഡ് എന്നാണ് കേട്ടോ അർത്ഥം. പിന്നെ ഇതിന് പിന്നിൽ കുറച്ച് സ്റ്റോറി ഉണ്ട് കേട്ടോ. അതെന്താണെന്ന് ഞാനിപ്പോൾ പറയാമേ. ഭയങ്കര സോഫ്റ്റ് ബ്രെഡാണ് കേട്ടോ, സോഫ്റ്റ് ബ്രെഡാണ്. ഏൻഷ്യൻ ടൈമിൽ അല്ലെങ്കിൽ മിഡിൽ ഏജസിൽ ബോയ്സ് അവരുടെ ഗേൾ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ ഫിയാൻസിക്കോ ഒക്കെ ഫസ്റ്റ് ഫ്രൈഡേ ഓഫ് മാർച്ച്, അതായത് സംതിങ് ലൈക്ക് എ റോമൻ വെർഷൻ ഓഫ് വാലന്റൈൻസ് ഡേയിൽ അവരിത് ഈ ഒരു സംഭവം ഗിഫ്റ്റായിട്ട് കൊടുക്കും കേട്ടോ. ചിലപ്പോൾ ഇതിനകത്തിൽ റിങ് ഒളിപ്പിച്ച് വെച്ചിട്ട് ഒരു പ്രൊപ്പോസൽ പോലെ അല്ലെങ്കിൽ ഒരു ടോക്കൺ ഓഫ് ലവ് പോലെയായിരുന്നു ഈ ഒരു ഡെസേർട്ടിനെ അവർ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴിച്ച് വന്നപ്പോൾ നടുക്കുതാ ഒരു ബട്ടറാണെന്ന് തോന്നുന്നു. ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ അത് കഴിച്ചപ്പോൾ. ബട്ടറാണെന്നാണ് എനിക്ക് തോന്നുന്നത്, കണ്ടിട്ടാണെങ്കിലും ഒരു ബട്ടറിൻ്റെ ലുക്ക് ഉണ്ടല്ലോ, അതിങ്ങനെ ഉള്ളിൽ ഫില്ലിങ് ഉണ്ടായിരുന്നു കേട്ടോ. സംഭവം കൊള്ളായിരുന്നു കേട്ടോ. മസ്റ്റ് ട്രൈ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല, കാരണം മധുരമൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളവർക്ക് കഴിക്കാൻ നല്ലതായിരിക്കും. ഞങ്ങളത് ഫുള്ളും ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, ഞങ്ങൾ രണ്ടുപേരുടെ ട്രൈ ചെയ്തിട്ട് പോലും. അങ്ങനെ നമ്മുടെ ഇറ്റാലിയൻ ഫുഡ് ടൂറൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ വീഡിയോയുടെ ആദ്യം പറഞ്ഞില്ലേ റോമിലെ റെസ്റ്റോറൻറ്റിനെ പറ്റിയിട്ട്, ഭയങ്കര കിടലിനായിരുന്നു കേട്ടോ. നിങ്ങൾ ഫുഡ് കിട്ടാതെ ഒരിക്കലും റോമിൽ നിന്ന് അല്ലെങ്കിൽ ഇറ്റലിയിൽ നിന്ന് പോകത്തില്ല. ഭയങ്കര സൂപ്പർ ആംബിയൻസിലായിരുന്നു റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. വൈഡ് വെറൈറ്റീസ് ഓഫ് മെന്യൂസ് അവൈലബിൾ ആയിരുന്നു. എന്തായാലും ഫുഡിൻ്റെ ഒരു സെൻറ്റർ തന്നെയാണെന്ന് തോന്നുന്നു ഇറ്റലി കേട്ടോ. ഭയങ്കര അടിപൊളിയായിരുന്നു. നമ്മളെന്തായാലും അത്യാവശ്യം, അതായത് പോപ്പുലർ ആയിട്ടുള്ള ഡെസേർട്ട്സ് അല്ലെങ്കിൽ ഫുഡ് മാത്രമേ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. സോ നമ്മുടെ ഫൈനൽ ഫുഡ്, നമ്മുടെ റൂമിൽ നമ്മൾ ഫൈനൽ ഫുഡ് നമ്മൾ കഴിക്കാനായിട്ട് പോവുകയാണ്. നമ്മൾ ശരവണഭവൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇവിടെ. നമ്മളിപ്പോൾ ഒരു 4 ദിവസമായിട്ട് നമ്മൾ ഇറ്റാലിയൻ ഫുഡൊക്കെയാണ് ട്രൈ ചെയ്തത്. പിസ്സയും പാസ്തയും പിന്നെ കുറേ പേസ്ട്രീസും ഒക്കെ ട്രൈ ചെയ്തത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫുഡ് കഴിക്കാനുള്ളൊരു ത്വര നമുക്കിങ്ങനെ വന്നു. അപ്പോൾ നമ്മൾ ശരവണഭവനിൽ നിന്നാണ് ഇന്ന് ഫുഡ് കഴിക്കുന്നത് കേട്ടോ. ഞാൻ മീൽസും ഓർഡർ ചെയ്തു, വിശാഖ് മസാല ദോശ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവിടുത്തെ മീൽസും മസാല ദോശയൊക്കെ എങ്ങനെയുണ്ട്, നാട്ടിലെപ്പോലെ തന്നെയാണെന്ന് കാണാം. എങ്ങനെയുണ്ട് ഇറ്റലിയിലെ മസാല ദോശ? അല്ലേ? ഇതൊക്കെ ചട്നീസാണ് ഉള്ളത്. ടൊമാറ്റോ അല്ലേ? ഇത് ടൊമാറ്റോ, ഇത് സാമ്പാർ, ഇത് ടൊമാറ്റോ ചട്നി, ഇത് പീനട്ടോ, മിൻറ്റാണ് മിൻറ്റ്, ഇത് കോക്കനട്ട്. ഓക്കെ, സോ നമ്മുടെ മീൽസ് വന്നിരിക്കുകയാണ്. ഇത്രയും കറികളുണ്ട്. സാമ്പാറുണ്ട്, അവിയലുണ്ട്, പരിപ്പുണ്ട്, എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. പിന്നെ പൂരിയുണ്ട്, പപ്പടമുണ്ട്, ചോറുണ്ട്, കോഫി ഓർഡർ ചെയ്തിട്ടുണ്ട്. കോഫി അല്ല, ടീ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കഴിക്കാം. എൻ്റെ മുഖത്തൊരു ഇച്ചിരി ടെൻഷനുള്ള പോലെ ഫീൽ ചെയ്തു. നമുക്ക് ഇനി 1 മണിക്കൂറിൽ ഇവിടുന്ന് ട്രെയിൻ ഉണ്ട്. ഇത് ഇത്രയും കഴിച്ചു തീർക്കാൻ പറ്റുമോ എന്നുള്ള വിഷമമായിരുന്നു എനിക്ക് കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ചോറിൻ്റെയും സാമ്പാറിൻ്റെയും അത്രയൊന്നും ടേസ്റ്റ് ഒരു ഫുഡിനും വരത്തില്ല. ഞങ്ങളപ്പോൾ അതൊക്കെ കഴിച്ച് നല്ല സുഖമായിട്ട് നമ്മൾ അടുത്ത സിറ്റിയിലേക്ക് നമ്മളിനി പോവാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. തരാ.